നമസ്കാരം. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് വളരെ വൈകിയാണ്. ചാലക്കുടിയും വയനാടും എറണാകുളവും അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം നടത്താത്തത്? സ്ഥാനാർത്ഥികളില്ലായിട്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രിയാണ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രനാണ്. എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ ഇത്രയും നിർണായകമായ അല്ലെങ്കിൽ യു.ഡി.എഫിൻ്റെ കുത്തക സീറ്റായ അവിടെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി പുഷ്പം പോലെ ജയിച്ചു കയറുന്ന ഒരു മണ്ഡലത്തിലേക്ക് കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ ഇട്ടത് എന്ന് പല കോർണറുകളിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ല ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വോട്ട് റേറ്റിംഗ് നടത്തുക, അവിടെ ഒരു വിള്ളലുണ്ടാക്കുക എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം നോട്ടമിട്ടിരിക്കുന്നത്. ഈ ഇത്തവണ അല്ലെങ്കിൽ അടുത്തവണയെങ്കിലും ബി.ജെ.പിക്ക് കടന്നു കയറാൻ പറ്റുന്ന ചില നിയോജക മണ്ഡലങ്ങൾ അവിടെയുണ്ട്, വയനാട്ടിലുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മത്സരാർത്ഥിയെ